അറിയാറില്ലേ അങ്ങനെ ഉണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഒന്നും അറിഞ്ഞില്ല, പക്ഷെ ഒന്നറിയാം, ആ ഉറക്കത്തിൽ എനിക്ക് സുഖമായി. ഇതാണ് ഓർമ്മയാണ് ഇല്ലേ? നമുക്കൊരു ഓർമ്മ വേണമെങ്കിൽ എന്ത് വേണം? അനുഭവം. ഒരു ഓർമ്മ വേണമെങ്കിൽ അനുഭവം. അപ്പോൾ ഈ ശരീരം അപ്പൊ പ്രവർത്തിച്ചിട്ടില്ല. സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ശരീരം അപ്പൊ പ്രവർത്തിച്ചിട്ടില്ല. എന്റെ ഉള്ളില് ഒരു ശരീരം പ്രവർത്തിച്ചാലേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ സുഖം അനുഭവിക്കുകയായിരുന്നു എന്നൊരു ഓർമ്മയുണ്ടാവും. ഒന്ന്. അടുത്തൊന്ന്, ഇത്ര നീണ്ടമായ സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാലും എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, ഞാൻ ഇന്നയാൾ തന്നെയാണ് അല്ലേ, എൻ്റെ വീട്ടിൽ ഇന്നയാൾ തന്നെയാണ് എന്ന് ഓർമ്മയില്ലേ? നമുക്കൊരു 50 വയസ്സുള്ള ഒരാൾ, ഒരു 50 വയസ്സുള്ള ഒരാൾക്ക് ഒരു 45 വർഷം മുമ്പത്തെ പല കുറേ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവില്ലേ? ഓർമ്മ ഉണ്ടാവും. അതിനിടയിൽ എത്ര പ്രാവശ്യം ഒന്നും അറിയാണ്ട് തുടങ്ങിയിരുന്നത്, പല പ്രാവശ്യം ഒന്നും അറിയാൻ തുടങ്ങി. എന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ അറിയാം. എപ്പോഴും പറയുകയാണ്, ഞാൻ നീലേശ്വരത്ത് എൻ്റെ വീട്ടിലെ ഭാസ്കരനാണ്. അറിയാം, എനിക്ക് ഭാസ്കരത്തിലുള്ള പേര് കിട്ടി. എനിക്ക് ചൂടൊന്ന് 6ാമത്തെ മാസത്തിലാണ്. 6ാമത്തെ മാസത്തിൽ എനിക്ക് ഭാസ്കരൻ തന്ന പേര് കിട്ടിയ പേര് ഇപ്പോഴും എനിക്ക് ഓർക്കേണ്ടത്. അതിനിടെ എത്ര ഞാൻ ഉറങ്ങി, എന്നിട്ടും ഞാൻ ഇന്ന വീട്ടിൽ ഇന്നയാളാന്ന് എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ ഓർമ്മ കാത്തു സൂക്ഷിക്കാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ, 2 ശരീരത്തിൻ്റെ ഉള്ളിലും ഉറങ്ങാതൊരു ശരീരമുണ്ടാവും. ഒരിക്കലും ഉറക്കമില്ലാത്ത ആ ശരീരമാണ് കാരണം. അങ്ങനെ 3 ശരീരത്തിൻ്റെ സംഹാരമാണ് നമ്മൾ. ആ കാരണ ശരീരത്തിലേക്കാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളുടെയും സത്ത് നമ്മൾ കുറേശ്ശെ നോക്കി. ഇപ്പോൾ മഴ പെയ്യുന്നില്ലേ? മഴ പെയ്യുന്ന വെള്ളം ഭൂമിയിലേക്ക് താഴും അല്ലേ? നല്ലൊരംശം ഭൂമിയുടെ തൊട്ട് താഴെയുള്ള പ്രതലത്തിൽ കാത്തു സൂക്ഷിക്കും. നമ്മൾ കിണർ കുഴിച്ചാൽ, സാധാരണ ഓപ്പൺ വെൽ കുഴിച്ചാൽ മുക്കാൻ കിട്ടുന്ന വെള്ളം ഈ പറ്റി വരണ്ട, അതും പറ്റി വരണ്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്ക് പോകും, കുഴൽക്കിണർ ഭൂഗർഭത്തിലേക്ക് പോകും. അവിടെയുള്ള ഈ വെള്ളം കിട്ടിയത്, വെള്ളം ഉണ്ടായത് മഴ പെയ്യുമ്പോൾ ഊർന്ന് ഇറങ്ങിയതാണ്. ഇതേപോലെ നമ്മുടെ ഓരോ അനുഭവത്തിൽ നിന്ന് എന്ത് കേൾക്കുമ്പോഴും കാണുമ്പോഴും ചെയ്യുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ലഹള കൂടുമ്പോഴും സ്നേഹത്തോട് പെരുമാറുമ്പോഴും പോലുള്ള ഫീലിംഗ് അനുഭവങ്ങൾ അങ്ങനെ ഭൂഗർഭത്തിലേക്ക് വെള്ളം ഊർന്നിറങ്ങുന്നത് പോലെ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലേക്കും സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് കാരണ ശരീരത്തിലേക്ക് ഊർന്നിറങ്ങി. അങ്ങനെ ഊർന്നിറങ്ങിയ ആഗ്രഹങ്ങളും വാസനകളും അനുഭവങ്ങളും കൂടി ചേർന്നാണ് ഈ കാരണശരീരം. നമ്മൾ മരിച്ച് മണ്ണടിഞ്ഞ് ഈ ശരീരം നശിച്ചാലും കുറച്ച് നേരത്തേക്ക് കൂടി, കുറച്ച് ദിവസത്തേക്ക് കൂടി ഈ സൂക്ഷ്മ ശരീരം ഉണ്ടാവും. അതുകൊണ്ട് ആ പിതൃകർമ്മമൊക്കെ ചെയ്യണം. അതും കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം പോയി, പിന്നെയും കാരണശരീരം ബാക്കിയുണ്ടാവും. പുനർജന്മം കിട്ടുന്നത് വരെ, മറ്റൊരു ശരീരം സ്വീകരിക്കുന്നവരെ ഈ കാരണശരീരം ബാക്കിയുണ്ട്. ഈ കാരണശരീരം മറ്റൊരു ശരീരം നമ്മുടെ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചെയ്ത പുണ്യങ്ങളും പാപങ്ങളും സുഹൃതങ്ങളും ആഗ്രഹങ്ങളും വാസനകളും വെറുപ്പും വിദ്വേഷവും കഴിവുകളും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ 7 തലമുറയ്ക്ക് അപ്പുറമുള്ള അപ്പറപ്പൂപ്പന്മാരുടെ കഴിവുകളും കഴിവുകേടുകളും ഗുണങ്ങളും ദുർഗുണങ്ങളും ഇതിൻ്റെയൊക്കെ വിത്തുകൾക്കും സത്തുകൾക്ക് കൂടി ചേർന്ന് രൂപം കൊള്ളുന്ന ശരീരമാണ് കാരണശരീരം. അതിൻ്റെ മേന്മയ്ക്കനുസരിച്ച് പുതിയ ജന്മം കിട്ടും, അതിൻ്റെ തിന്മയ്ക്കനുസരിച്ച് അതിനനുസരിച്ചുള്ള പാപജന്മം. അതിലേക്ക് കടക്കട്ടെ. നമ്മുടെ അതൊരു വേറെ വിഷയമാണ്, കർമ്മശാസ്ത്രം വേറെ വിഷയം, അതിലേക്ക് കടക്കില്ല. അപ്പോൾ കാരണശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, സ്ഥൂല ശരീരം. ഇനി എന്താണ് ക്ഷേത്രം? ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം, നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകാറ്. എന്താണ് ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം? പഠിച്ചിട്ടുണ്ടാരെങ്കിലും, കേട്ടിട്ടുണ്ടാരെങ്കിലും, ചിന്തിച്ചിട്ടുണ്ടാരെങ്കിലും എന്താ ഈ ക്ഷേത്രം? ദേവാലയം എന്ന് പറയാൻ നമുക്കറിയാം, ദേവന്റെ ആലയം അല്ലേ? അമ്പലം എന്ന് നമുക്കറിയാം, അമ്പാൻ പറ്റിയ സ്ഥലം. നമുക്ക് അമ്പ എന്ന് പറയുമ്പോൾ വിശ്വസിക്കുക, ആശ്രയിക്കുക, ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അമ്പലം. വിശ്വസിക്കാനും ആശ്രയിക്കാനും പറ്റിയ സ്ഥലമാണ് അമ്പലം അല്ലേ? ദേവന്റെ ആലയമാണ് ദേവാലയം. ക്ഷേത്രം എന്നാണ് ക്ഷേത്രം. രണ്ടർത്ഥം. ഒരർത്ഥം കൃഷിസ്ഥലം,
എന്താണ് എന്താ കൃഷി സ്ഥലത്തിന്റെ പ്രത്യേകത? ഒരു കഴഞ്ചി വിത്ത് അതിട്ട് ഇത്തിരി വളം കൊടുത്താൽ കാലം കഴിയുമ്പോ കിട്ടുള്ളൂ. എത്രയായിട്ട് അറിയില്ല അല്ലേ? ആ അന്തരീക്ഷത്തിനനുസരിച്ച് ഇഷ്ടം പോലെ വളരും. കൃഷിഭൂമി, ക്ഷേത്രം കൃഷിഭൂമിയാണ്. നമ്മൾ 10 രൂപ ഭണ്ഡാരത്തിൽ 10 രൂപ ശാന്തിക്കാരന് ദക്ഷിണയും കൊടുത്ത് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി പോന്നാൽ 20 രൂപേന്റെ ഫലം കിട്ടും. അല്ല, ആ ഫലം നമുക്ക് അളക്കാൻ കഴിയില്ല. ഇല്ലേ? ആ ഫലം നമുക്ക് അളക്കാൻ കഴിയില്ല. ഭഗവാനെ, ജഗദീശ്വര, കാത്തോളെ എന്ന് മനം കൊണ്ട് ഒന്ന് വിളിച്ചാൽ ആ വിളിയുടെ ശക്തി കൊണ്ട് ഭഗവാൻ തരുന്ന ചൊരിയുന്ന അനുഗ്രഹത്തിന് കണക്കില്ല. കണക്കില്ലാത്ത അനുഗ്രഹം നമ്മൾ ആവശ്യപ്പെടാത്തതില്ല. നമ്മൾ ആവശ്യപ്പെട്ട് തന്നോളുന്നില്ല. ഭഗവാൻ അറിയാം നമുക്ക് എന്താ വേണ്ടത്. പലതും നമ്മൾ ആവശ്യപ്പെട്ട് തന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഇതൊക്കെ കൂടെ കാണിക്കും. നമ്മൾ ആവശ്യപ്പെടുന്ന മുഴുവൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതും മതി നമ്മൾ നഷ്ടമാണ്. അപ്പോൾ ഭഗവാൻ അറിയാം നമുക്ക് എന്താ വേണ്ടത്. അതനുസരിച്ച് പറഞ്ഞു. ആ അർത്ഥത്തിലും ക്ഷേത്രം കൃഷിഭൂമിയാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ശരീരം നടത്തും. ഭഗവത്ഗീതയിലുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവധീയതേ. ഈ ശരീരം ഒരു ക്ഷേത്രമാണ്. തന്ത്രശാസ്ത്രം തുടങ്ങുന്നതിനെ കുളാർണവ തന്ത്രം എന്നൊരു ഗ്രന്ഥം. അത് തുടങ്ങുന്നത് തന്നെ ദേഹോ ദേവാലയ പ്രോക്ത ഇതുകൊണ്ട്. ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സദാശിവ. ദേഹം ദേവാലയമാണ്, അല്ലെങ്കിൽ ദേവാലയം ദേഹം. ദേഹം എന്ന് പറഞ്ഞ ശരീരം. ജീവോ ദേവ സനാതന. ജീവൻ, ഈ ദേഹത്തിലുള്ള ജീവൻ സനാതനമായ ദേവനാണ്. തിരിച്ചും ദേവാലയം എന്ന ദേഹമാണ്. ദേവാലയത്തിൽ പ്രതിഷ്ഠിതമായ ഈശ്വരൻ ആ ക്ഷേത്രത്തിന്റെ ജീവൻ. നമ്മെ പോലെ ഒരു വ്യക്തിത്വമുള്ളതാണ് അർത്ഥം. നമ്മുടെ ദേഹം ദേവാലയമാണ്, കാരണം നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ഈശ്വരനാണ്. അതേപോലെ ദേവാലയം ഒരു ശരീരമാണ്. ആ ശരീരത്തിനുള്ളിലെ ജ്വലിക്കുന്ന ഈശ്വര ചൈതന്യം ആ ദേവശരീരത്തിലെ ജീവൻ. മനസ്സിലായി? രണ്ടു തമ്മിലുള്ള ബന്ധം മനസ്സിലായി? ഈ ശരീരം ദേവാലയമാണ്, കാരണം നമ്മുടെ ഉള്ളിലുള്ള ജീവൻ ദേവനാണ്. ആ നമ്മുടെ ഉള്ളിലുള്ള ജീവനാകുന്ന ആത്മാവാകുന്ന ദേവന്റെ ആലയമാണ് ഈ ശരീരമാകുന്ന ദേവാലയം. നാം തൊഴാൻ പോകുന്ന ഈ ക്ഷേത്രം, ഈ ദേവാലയം ഒരു ശരീരമാണ്. ആ ശരീരത്തിനുള്ളിൽ ജ്വലിക്കുന്ന ഈശ്വര ചൈതന്യം അതിന്റെ ജീവനാണ്. നമ്മളൊരു വ്യക്തിയാണ്, ക്ഷേത്രം ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് ക്ഷേത്രത്തെ സമീപിച്ച് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം നടത്താം. എങ്ങനെയുള്ള രണ്ട് വ്യക്തികളുടെ? നമ്മളിലൊന്നുമില്ല, എന്നാൽ എല്ലാം ഉള്ളൊരു കുബേരൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്ക് ആവശ്യം വന്നു, നമ്മളെന്ത് പോകും? അടുത്ത് പോയിട്ട് അല്ലേ? അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യത്തിന് ഒരു 1 ലക്ഷം രൂപ, ഒരു 50,000 രൂപ വേണ്ടത്. ബാങ്കിലുള്ളതൊക്കെ ബാങ്കിൽ വെച്ച് പണയം പറ്റും. ആ 10 സെൻറ്റ് സ്ഥലമുള്ളൂ, അതും പണയത്തിലാണ്. ഭാര്യയുടെ മക്കളായിട്ട് മട്ടമൊക്കെ പണയത്തിലാണ്. ഇനി ബാങ്കിലേക്ക് പോയാൽ പറ്റും. പിന്നെ ആയിരിക്കാം പോവാം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും അത്യാവശ്യം സാമ്പത്തിക ശേഷി ആക്കാനും ഇല്ലേ? എന്നിട്ട് ഓടി ചെന്നിട്ട് എന്താ പറയാ? 50,000 രൂപ എന്ന് പറയുക ചെയ്യാം. ആണോ? എന്താ ചെയ്യാ? അവിടെ ചെന്ന് എന്താ ആദ്യം പറയാം? ആ, നമസ്കാരമുണ്ട്, ഇതുപോലെ തിരക്കുണ്ടോ, എനിക്ക് മോഹപ്പെട്ടതാണോ അല്ലേ? വീട്ടുകാരത്തേക്ക് സുഖമൊന്നുമില്ലല്ലേ? മക്കൾ വന്നിട്ടുണ്ടായിരുന്നോ? മോഹപ്പെട്ടവരാ പഠിക്കണത് എന്നൊക്കെ ചോദിച്ചൊരു കുടുംബാന്തരീക്ഷം ചോദിച്ചൊരു രോഗിയൊക്കെ ഉണ്ടാക്കും അല്ലേ? രോഗി ഉണ്ടാക്കിയിട്ട് ആളൊന്ന് ഒന്ന് ഉഷാറായിട്ട് കിട്ടോ. കഴിഞ്ഞ മാസം ഞാൻ കണ്ട പോലെ കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇപ്പൊ ഗെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ? ഒന്ന് സന്തോഷിപ്പിക്കും.
സന്തോഷിപ്പിച്ച ശേഷം പണിക്ക് ഒരു 50,000 രൂപ ആവശ്യമുണ്ടായിരുന്നു അല്ലേ? ഒരു 50,000 രൂപ ആവശ്യമുണ്ടായിരുന്നു. അത്യാവശ്യമാണ്, കിട്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. വേറെ ആരും ഇല്ല തരാൻ. ഞാൻ പലരോടെ ചോദിക്കാം, ബാങ്കിൽ വിൽക്കും പോയിട്ട് കാര്യമില്ല, അവിടുന്നൊക്കെ വാങ്ങിപ്പോയതാണ് ആവശ്യമാണ്. പിന്നെന്താ പറയുക, തന്നാൽ അത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. വലിയ ഉപകാരമായിരുന്നു കിട്ടിയാൽ. പിന്നെ ഒരു ഓഫറിംഗ് ഉണ്ട്. എന്താ, ഞാൻ അധികം താമസിക്കാതെ അല്ലേ, അവധി വരെ അവിടെയൊന്നും ഇല്ല, അതുകൊണ്ട് അധികം അധികം വൈകാതെ ഞാനത് കൊണ്ടുതരാം. ഒന്നുകൂടി അത് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യും. വെറുതെ ആക്കണ്ട, ബാങ്ക് പലിശ അല്ലെങ്കിലും ഞങ്ങൾക്കാ കഴിയുന്നത്. അമ്പലത്തിൽ പോയിട്ട് അമ്പലമാകുന്ന പുകേൻ്റെ അടുത്ത് പോയി നമ്മളെന്താ പറയാ, എന്താ പറയല്, ഭഗവാനെ കഷ്ടപ്പെട്ടു ഇത് വരിയില്ലേ, സഹായിക്കണേ. അങ്ങനെ എന്നെ സഹായിച്ചാൽ ഇപ്പൊ എന്തൊക്കെയാ പറയാ അല്ലേ, വീടിന്റെ പണി പൂർത്തിയായില്ല, കുട്ടികളുടെ പഠനം പൂർത്തിയായില്ല, മക്കളെ വിവാഹം നടന്നിട്ടില്ല, വിവാഹം നടന്ന മക്കൾ കുട്ടികളായിട്ടില്ല, ഉള്ള കുട്ടികളുടെ വെറുതെയാണ്, ഒക്കെ അത് പരിഹരിച്ചാണ്. പരിഹരിച്ച് തന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഉത്സവത്തിൻ്റെ അത് ഞാനൊരു കൊടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പപ്പ എണ്ണ അല്ലേ, പച്ചക്ക് ഒരു ചാക്ക് അരി തരാം. ഇതൊന്നും പറ്റിയിട്ടില്ല, വിളക്കും മാറി നടത്തിക്കോളാം. ഓഫറിംഗിലേക്ക് അപ്പോൾ പ്ലീസിങ്, പ്രേയിങ്, ഓഫറിങ്, സന്തോഷിപ്പിക്കുക, ആവശ്യപ്പെടുക, വാഗ്ദാനം ചെയ്യുക. ഈ മൂന്നാണ് എല്ലാ ബന്ധങ്ങളിലും, എല്ലാ അപേക്ഷകളിലും, എല്ലാ പ്രാർത്ഥനകളിലും ഇതാണുള്ളത്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? ക്ഷേത്രവും ഒരു വ്യക്തിയാണ്. നമുക്ക് 3 ശരീരമുള്ളതുപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിന് 3 ശരീരമുണ്ട്. ആ ശരീരം ഏതൊക്കെയാണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് സൂക്ഷ്മ ശരീരം ഉണ്ടെന്ന് പറഞ്ഞത്. ഈ സൂക്ഷ്മ ശരീരം നമ്മുടെ നട്ടെല്ലിനുള്ളിലാണ്. എവിടെയാണ്? നട്ടെല്ലിനുള്ളിൽ സുഷുമ്നാ നാഡി നിന്ന് നാടിയില്ല. ബ്രെയിൻ, തലച്ചോറിൽ നിന്നും ഇതിന്റെ തുടർച്ചയായിട്ട് അങ്ങ് അടിച്ചട്ട് വരെ, നമ്മൾ കുരങ്ങിൽ നിന്ന് മനുഷ്യനായപ്പോൾ വാല് കുറിഞ്ഞു പോയ സ്ഥലമില്ല, അവിടം വരെ നീണ്ടു നിൽക്കുന്ന സുഷുമ്നാ നാഡി, അടിത്തട്ട് വരെ സുഷുമ്നാ നാഡി. ആ സുഷുമ്നാ നാഡി തൊട്ട് തലച്ചോറ് വരെ നീണ്ടു നിൽക്കുന്ന സുഷുമ്നാ. ആ സുഷുമ്നാ നാഡിക്ക് 2 ഭാഗത്തും ഒരു വള്ളി ചുറ്റി പടർന്നു പോകുന്നത് പോലെ 2 നാഡികൾ വേറെയുണ്ട്. ഇനി സുഷുമ്നാ നാഡിയുടെ അടിയിൽ വേറൊരു നാടിയുണ്ട്. ഒരു പാമ്പ് ഇങ്ങനെ വളഞ്ഞു കിടക്കും പോലെ വളഞ്ഞെടുക്കുന്ന നാടി, എൻ്റെ പേര് കുണ്ടലിനി നാടി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ നോക്കാം എന്തൊക്കെയാണ്. ഇത്രയും ചേർന്നതാണ് എന്ത്, നമ്മുടെ സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരം എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യം നമുക്കറിയാം. സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരം നമുക്ക് ക്ഷേത്രത്തിൽ കാണാം. ഓക്കെ, ഒന്ന് പഠിക്കണം. ഒരാളിരിക്കുക, പത്മാസനത്തിലിരുന്ന് ധ്യാനത്തിലിരിക്കുന്ന ഒരു ചിത്രമാണ്. ഈ മനുഷ്യന്റെ സൂക്ഷ്മ ശരീരം നമുക്ക് കാണാം. നമ്മളല്ലോ വാല് മുറിഞ്ഞു പോയ സ്ഥലം, കുരങ്ങയുടെ വാല് മുറിഞ്ഞിട്ടാണ് മനുഷ്യണ്ടായതല്ലേ പറഞ്ഞേ. ആ വാല് മുറിഞ്ഞു പോയ സ്ഥലം ഇവിടെ ഏറ്റവും അടിത്തട്ട് യുദ്ധത്തിന്റെ സ്ഥാനം. അവിടെ ഒരു ചക്രമുണ്ട്, മൂലാധാര ചക്രം. മോൻ പറഞ്ഞില്ലേ കുറെ ചക്രമുണ്ട്. അതിന് ഒരു ചക്രം, 11 ചക്രമില്ല, 6 ചക്രം. മൂലാധാര ചക്രം ഇവിടെ ഏറ്റവും. അതിന് മുകളിൽ ഇവിടെ ജനനേന്ദ്രിയത്തിന്റെ, വിസർജനേന്ദ്രിയത്തിന്റെ തൊട്ട് പിന്നിലായിട്ട്, ജനനേന്ദ്രിയത്തിന്റെ പിന്നിലായിട്ട് സ്വാധിഷ്ഠാന ചക്രം. ജനനേന്ദ്രിയത്തിന്റെ അതിന് മുകളിൽ പൊക്കിൾ, അവിടെ പൊക്കിളില്ലേ, പൊക്കിളിന്റെ തൊട്ട് പിന്നിലായിട്ട് മണിപൂരക ചക്രം. മണിപൂരക, അതിനങ്ങനെ പേര് വരാത്ത കാരണം ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഹൃദയം, ഇതിനെങ്ങനെ പമ്പ് ചെയ്യുന്ന ഹാർട്ടല്ല, ഇവിടെ ഇരു ഹൃദയം, നമ്മൾ കുറിയെടുത്തത് ഹൃദയം. ആ ഹൃദയത്തിന്റെ സ്ഥാനത്ത് അനാഹത ചക്രം. പിന്നെ കഴുത്ത്, തൊണ്ടയുടെ ഭാഗത്ത്
വിശുദ്ധി ചക്രം, വിശുദ്ധി ചക്രം. പിന്നെ തിരുനെറ്റി പരമശിവന്റെ മൂന്നാം കണ്ണുള്ളതാണ്. നമുക്കൊക്കെ എൻ്റെ മൂന്നാം കണ്ണ്, പക്ഷേ ശിവന്റെ ഓർമ്മയുണ്ട് നമ്മുടെ ഉള്ളിലാണ്. ആ തിരുനെറ്റി നമ്മൾ ചന്ദനം കിട്ടിയാൽ തീർന്ന സ്ഥലം, കുടുംബം തീർന്ന സ്ഥലം തിരുനെറ്റി. ആ തിരുനെറ്റി ആജ്ഞാചക്രം. അതിൻ്റെ മുകളിൽ തിരുനെറ്റി കഴിഞ്ഞാൽ ഇവിടെ തലയിൽ തലച്ചോറ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം, അവിടെ സഹസ്രാര പത്മം. പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ജനിച്ച് ഓരോ കുഞ്ഞും ജനിച്ച് കുറച്ച് മാസങ്ങൾക്കകം കൂടിച്ചേർന്നൊരു സ്ഥലം. ചെറിയ കുട്ടികളുടെ പതപ്പ് എന്നറിയില്ല, ഇവിടെ പതപ്പ് എന്നല്ല പറയാം. ചെറിയ കുട്ടികളുടെ പതപ്പ് അല്ലെ ആ തലയോട് കൂടിയിട്ടുണ്ടാവില്ല. അവിടെ ഒരു പദമാണ്. അവിടെയാണ് എണ്ണ വെച്ച് അല്ലേ, എണ്ണ വെച്ച് പതിക്കുക. കുറേ ദിവസം പോയപ്പോൾ അത് നമുക്ക് പോയി. അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അമ്മയുടെ വയറ്റിൽ കണക്ഷൻ. ആ ഹോളിലൂടെ ഒരു കണക്ഷൻ, പൊക്കിൾക്കൊടി മാത്രമല്ലാതെ ഇതിലൂടെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അമ്മയുടെ സുഷുമ്നാ നാഡിയുമായി. അമ്മയുടെ സുഷുമ്നാ നാഡിയുമായിട്ട് കണക്ഷൻ ഉണ്ടായി. ആ കണക്ഷൻ ആദ്യം നമ്മൾ പ്രസവിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് ആ കണക്ഷൻ വരിക. ആ കണക്ഷൻ വരിക അമ്മയുടെ വയറ്റിൽ നിന്ന് കണക്ഷൻ വരട്ടിട്ട് അവിടെ തൊലി വന്ന് പോകും. തൊലിയെ കൂടില്ല. അപ്പോൾ ജനിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ അസ്ഥി വന്ന് പോകുന്നത്. ആ സാധ്യത ബ്രഹ്മരന്ധ്രം എന്ന പേര്, ബ്രഹ്മരന്ധ്രം. ഇത്രയും ഉള്ളതാണ് ഒരു മനുഷ്യൻ. ഇത് ഞാൻ പറഞ്ഞ നാഡി, രണ്ട് നാഡിക വള്ളി ഇങ്ങനെ പോയില്ലേ, ഈ രണ്ട്, ഒരു നാഡി ഇടാ നാഡി, മറ്റൊരു നാഡി പിങ്കള നാഡി. നമ്മുടെ ഇടത് വശത്ത് ആരംഭിച്ച് ചുറ്റിക്കറങ്ങി വലതുവശത്ത് മൂർധാവിലെത്തു വലതുവശത്തിൽ അവസാനിക്കുന്നതാണ് ഇട എന്ന നാഡി. വലതുവശത്ത് ആരംഭിച്ച് ചുറ്റി നമ്മുടെ തലയിലെ ഇടതുവശത്ത് അവസാനിക്കുന്ന നാഡിയാണ് പിങ്കള നാഡി. നമ്മുടെ ശരീരത്തിന്റെ ബാലൻസ് സൂക്ഷിക്കലാണ്, കാത്തു സൂക്ഷിക്കലാണ് രണ്ടാമത്തെ നാഡി. അതിൽ ഇടാനാഡി, വലതുവശത്ത് അവസാനിക്കുന്ന ഇടാനാഡിയിൽ പരിക്ക് പറ്റിയാൽ ഇടതുവശം കുഴക്കും. തലച്ചോറിന്റെ വലതുവശത്താണ് പരിക്കെങ്കിൽ ഇടതുവശം കുഴയും. തലച്ചോറിന്റെ വലതുവശത്താണ് ഇടതുവശത്താണ് പരിക്കെങ്കിൽ ശരീരത്തിന്റെ വലതുവശം കുഴയും. ഈ പക്ഷാഘാതമൊക്കെ വരുന്നില്ലേ, അപ്പോൾ ഇടാനാഡി പിങ്കളാണ്. അതിന് നടുക്കാണ് സുഷുമ്നാ നാഡി. സുഷുമ്നാ നാഡിയിലാണ് ഈ ചക്രങ്ങളൊക്കെ ഉള്ളത്. ഇതിന്റെ അടിയിൽ ഇവിടെ കുണ്ടലിനി എന്നൊരു ശക്തിയുണ്ട്. അതാണ് ദേവനാഡി, ഈശ്വരനാഡി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഈശ്വരൻ ഉറങ്ങി കിടക്കുന്നു, ഉറങ്ങിയിട്ട് ഈശ്വരൻ അവിടെ, ആ ഈശ്വരനെ ഉണർത്തി ഇവിടെ എത്തിക്കണം. അതാണ് ഒരു ഭക്തിയുടെ, ഒരു സാധകന്റെ ലക്ഷ്യം. നമ്മുടെ ജപം ധ്യാനമൊക്കെ നടത്തുമ്പോൾ ആ കുണ്ടലിനി നാഡീനെ ഉണർത്തി മൂർധാവിലെത്തിക്കാൻ പറ്റില്ല. ഒരു ശ്ലോകം പഠിച്ചില്ലേ, എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ പടിയുണ്ട്. ശിവനെ കാണാകും ശിവശംഭു. ഈശ്വരനെ കാണാൻ എളുപ്പ വഴി അന്വേഷിച്ചാൽ ആ എളുപ്പ വഴിയിൽ 6 പടിയുണ്ട്. ആ 6 പടിയും കടന്ന് അവിടെ ചെന്നാൽ ശിവനെ കാണാം. എവിടെ? ഈ 6 പടി. ഈ 6, 1, 2, 3, 4, 5, 6, ഈ 6 കുണ്ടലിനി നാഡി ഇവിടുന്ന് ഉണർന്ന് ഈ 6 നാഡിയും കടന്ന് സഹസ്രാര പത്മത്തിലെത്തിയാൽ അവിടെ കുടികൊള്ളുന്ന ശിവനെ കാണാം. കാണാൻ പാട്ടില്ല. ഇതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. കാണുന്നില്ലേ? കാണും. ഇത് നമ്മൾ കാണുന്ന വിഗ്രഹം, കാണുന്ന വിഗ്രഹം. ആ വിഗ്രഹം ഒരു പീഠക്കല്ലാണ് ഉറപ്പിച്ചിട്ടുള്ളത്. ആ പീഠക്കല്ല് നിൽക്കുന്നത് ശ്രീകോവിലിന്റെ തറ, അടിത്തറ. ആ തറ നിരപ്പിൽ ഒരു ചതുരക്കല്ലുണ്ട്, നപുംസകശില എന്നതിന്റെ പേര്. അതിന്റെ അടിയിൽ ഒരു ചെമ്പ് കുഴലുണ്ട്. അടിയിലേക്ക് അത് പുറമെ കാണില്ല, അതിനുള്ള ഒരു ചെമ്പ് കുഴലുണ്ട്. ആ ചെമ്പ് കുഴലിന്റെ അടിയിൽ
കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ആമ ഉണ്ട്. ആ ആമയുടെ അടിയിൽ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു താമര ഇതിൽ മാതിരി താമര ഉണ്ടായി. ആ താമരയ്ക്കടിയിൽ ഒരു കുംഭമുണ്ടാകും. അത് ചിലപ്പോൾ ചെമ്പുകൊണ്ടായിരിക്കാം. പണ്ട് മഹാരാജാക്കന്മാർക്ക് സ്വർണം കൊണ്ടുണ്ടാക്കിയത് ഒരു കുംഭം. ആ കുംഭത്തിൽ നിറയെ നവരത്നങ്ങളായിരുന്നു പണ്ട്. ഇന്ന് നമ്മൾ അമ്പലം ഉണ്ടാക്കുമ്പോൾ നവരത്നത്തിന് പുതിയൊരു കഞ്ചി പൊടി കറുപ്പ് നവരത്നം നിറയെ എത്ര പൈസയോളം ഒത്തിരി നവരത്ന വസ്തുക്കളും ബാക്കിയൊക്കെ നമ്മൾ നാണയം നിറച്ച് ഉള്ളാക്കി അത് വെച്ചിട്ടുള്ളത് ഏറ്റവും അടിയിൽ ശ്രീകോവിലെ അസ്ഥിവാരമാണ് ഇത്. അതിൻ്റെ അടിയിലേക്കാണ് കുഴി ചെന്നിട്ട് ഇവിടെ ഒരു പരന്ന ഒരു ചതുരക്കല്ലുണ്ടാവും. ആ ചതുരക്കല്ല് കുഴിയാ താളം. അതിൽ മുളപ്പിച്ച നവധാന്യങ്ങൾ വെച്ചിട്ടാണ് ഈ കുംഭം അവിടെ വയ്ക്കുക. എന്നിട്ടിങ്ങനെ വെച്ച് അത് അമ്പലം ശ്രീകോവിലുണ്ടാക്കുന്നതിന് മുമ്പായി പണി കുഴിയെടുത്ത് ആധാരശില സ്ഥാപിച്ച് അതിന് മുകളിൽ നിധികുംഭം സ്ഥാപിച്ച് അതിന് മുകളിൽ പത്മം വെച്ച് പത്മത്തിന് മുകളിൽ കൂർമ്മം വെച്ച് യോഗനാളം വെച്ച് നപുംസക ശിലയും കൂടി വെക്കുമ്പോഴാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള നിലം എത്തുക. അതിന് മുകളിലാണ് പീഠക്കല്ലിൻ്റെ മുകളിലാണ് വിഗ്രഹം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചില സംശയം ഉണ്ടാവും. ചില ചെറിയ ക്ഷേത്രങ്ങളിലൊന്നും ഇത്രയും സാങ്കേതിക പ്രശ്നം ഉണ്ടാവില്ല. ഒരു ശ്രീകോവിൽ ഉണ്ടാക്കിയിട്ട് ഒരു കല്ല് അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ വിഗ്രഹം വെച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അമ്പലല്ലേ ചോദിച്ചാൽ എന്താ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നടത്തുന്നതാണ് ഷടാധാര പ്രതിഷ്ഠയാണ്. ഷടാധാര പ്രതിഷ്ഠയിൽ ഈ ആജ്ഞാചക്രം വരെയുള്ളതാണ് ഈ നപുംസകശില വരെ. അവരോട് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും അടിയിലുള്ള ആധാരശില. ഈ ആധാരശിലയാണ് ഈ മൂലാധാര ചക്രം. മനുഷ്യരത്തിന് മൂലാധാര ചക്രത്തിന്റെ പ്രതീകമാണ് ആധാരശില. അതിലെ കുഴിയിൽ നിറച്ചിട്ടുള്ള മുളപ്പിച്ച നവധാന്യങ്ങളാണ് സ്വാധിഷ്ഠാന ചക്രം. ജനനേന്ദ്രിയത്തിന്റെ പിന്നിൽ ജനനേന്ദ്രിയത്തിൽ എന്താണുള്ളത്? ബീജമാണ്. വിത്താണുള്ളത്. ജനനേന്ദ്രിയത്തിൽ ബീജമാണുള്ളത്. ഇവിടെയും മുളപ്പിച്ച വിത്താണ്. ഇത്ര സമാനമായിട്ട് സമന്വയിപ്പിക്കുക. അതിന് മുകളിൽ നിധികുംഭം. ആ നിധികുംഭത്തിൽ രത്നങ്ങളാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ നാഭിക്ക് പിന്നിലുള്ള ആ മണിപൂരക ചക്രത്തിലും അഗ്നിയാണുള്ളത്. അഗ്നിയാണ് നവരത്നത്തിൽ എന്താ? സ്വയം പ്രകാശം. അഗ്നി സ്വയം പ്രകാശമാണ്. അതുകൊണ്ട് വിശന്നാൽ എവിടുന്ന വിശക്കാം? നാഭിയിലെ ചുറ്റുന്നല്ലേ, അവിടെയാണ് അഗ്നിയില്ല. ജഡരാഗ്നി മണിപൂരം. പിന്നെ അനാഹത ചക്രത്തിന്റെ സ്ഥാനമാണ് പത്മം, താമര. ഹൃദയപത്മം എന്നൊക്കെ പറയാം അല്ലേ? നിങ്ങൾ ഹൃദയത്തിന്റെ സ്ഥാനമാണ് അനാഹത ചക്രത്തിന്റെ ഭാഗമാണ് ഈ താമര വെച്ചിട്ടുള്ളത്. ആ താമരയുടെ മുകളിലാണ് ആമ. ആമ എത്ര വഴിക്കാണ് ലോകവുമായി ബന്ധപ്പെടാം? 5 വഴിക്കാണ്. 4 കാലും ഒരു കാര്യം ഇല്ലേ? ലോകവുമായി 5 വഴിക്കാണ് ലോകവുമായി ബന്ധപ്പെടുക. അത് പിന്നേക്ക് നമ്മുടെ പ്രാണൻ 5 വഴിക്കാണ് പുറത്തേക്ക് പ്രവഹിക്കുന്നത്. പ്രാണൻ, അപാനം, ഉദാനം, സമാനം, വ്യാനം എന്നീ പഞ്ചപ്രാണന്മാരായിട്ട് പുറത്തേക്കാണ്. അപ്പോൾ അതിന് സമാനമായിട്ട് ആമ. അതിൻ്റെ മുകളിൽ നമ്മൾ കഴുത്തിൻ്റെ ഉള്ളിൽ പൊള്ളയാണ്. അതുകൊണ്ടാണ് ശബ്ദം വരുന്നത്. ഈ യോഗനാളം എന്ന ജമ്പുകളുടെ ഉള്ളിൽ പൊള്ളയാണ്. കറക്റ്റായിട്ട്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ സഹസ്രാരപത്മം നെറ്റിത്തടമാകുന്ന നപുംസകശില വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലാണ് സഹസ്രാരപത്മം എന്ന പീഠകല്ലുള്ളത്. അതിൻ്റെ മുകളിലാണ് ബ്രഹ്മരന്ധ്രത്തിൽ ശിവൻ കുടികൊള്ളുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ കുടികൊള്ളുന്നു, അല്ലെങ്കിൽ അമ്മയുടെ സുഷുമ്നാനാഡിയിൽ നിന്ന് ദേവചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിച്ച സ്ഥാനം ബ്രഹ്മരന്ധ്രമാണ്. അവിടെയാണ് എന്നുള്ളത് വിഗ്രഹം. അപ്പോൾ സൂക്ഷ്മ ശരീരം ഉണ്ടായി. സൂക്ഷ്മ ശരീരം മതിയോ? പോരാ. സ്ഥൂല ശരീരം വേണ്ടേ? വേണം. കൈയും കാലൊക്കെ വേണ്ടേ? ജീവൻ നിലനിൽക്കണമെങ്കിൽ, ജീവിയാണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? സ്ഥൂല ശരീരം വേണം. ഇവിടെ സ്ഥൂല ശരീരം അവിടെ കാണിക്കണമെങ്കിൽ ഈ ബൗണ്ടറി വരെയാണ് ഈ ചിത്രം. ഈ ബൗണ്ടറിയാണ് ഇത്. നിങ്ങളൊരു ഗോപുരം, നമ്മുടെ ക്ഷേത്രത്തിൽ ഗോപുരം പണിയണം തീരുമാനിച്ചാൽ ആദ്യം എന്തെങ്കിലും മതിൽക്കെട്ടുണ്ടാവും അല്ലേ? മതിൽക്കെട്ടുണ്ടാവും. മതിൽക്കെട്ടിൻ്റെ ഭാഗത്ത് 4 ഭാഗത്തും ഗോപുരം. ഈ ഗോപുരം
ദേവശരീരത്തിലെ പാദം ആണ്. എന്താണ്? പാദം ആണ് ദേവശരീരം. അപ്പൊ ദേവൻ എന്താ ചെയ്യുന്നത് അറിയാം? ഇവിടെ തല വെച്ച് ഗോപുരത്തിന്റെ സ്ഥാനത്ത് കാലും വെച്ച് മലർന്നങ്ങനെ കിടക്കുക, ശവാസനത്തിൽ അങ്ങനെ കിടക്കുക. അപ്പൊ നാം ഇവിടെ എന്തിനാ ഗോപുരം? ഇവിടെ മാത്രം കിടക്കുന്നുണ്ടാവുക. അപ്പൊ ദേവൻ കിടക്കുന്ന എങ്ങനെ ചിന്തിക്കണ്ട. സൂര്യൻ എത്ര കൈയുണ്ട്? സൂര്യന്റെ ഒരു പര്യായം എന്താ? സൂര്യന്റെ പര്യായം കുറെ പര്യായമുണ്ട്. അതിനൊരു പര്യായമാണ് സഹസ്രകിരണൻ. എന്താണ് സഹസ്രകിരണൻ? സഹസ്രകിരണം എന്നാൽ 1000 കൈകളുണ്ട്. സൂര്യന് 1000 കൈകളാണ്, ചുറ്റുപാട് കൈകളാണ്. ഇതേപോലെ നമ്മുടെ ദേവന് എത്ര ശരീരം ഇടാൻ പാടുണ്ട് നമുക്ക് പറയാൻ പറ്റും ഇല്ല. അപ്പോൾ ഇവിടെ ശിരസ് സങ്കല്പിച്ചിട്ട് ഇതിന്റെ ചുറ്റും ഒരു അശോക ചക്രത്തിന്റെ ആരക്കാലുകൾ പോലെ ഒരു തലയും കുറെ ശരീരങ്ങളുമായിട്ട് നാനാഭാഗത്ത് ദേവനങ്ങൾ. ഇവിടെയുണ്ട് പാദം, ഇവിടെയുമുണ്ട് പാദം, ഇവിടെയുമുണ്ട് പാദം. സെക്കൻഡ്, ഇത് പാദമാണ്. ഇത് കൊടിമരം. ഇത് വലിയ ബലിക്കൽ. വലിയ ബലിക്കൽ ദീപസ്തംഭത്തിന് മുമ്പുള്ള വലിയ ബലിക്കൽ. ഇത് നമസ്കാര മണ്ഡപം, മുഖമണ്ഡപം, നമസ്കാര മണ്ഡപം. ഇത് അതിൻ്റെ ചുറ്റുമുള്ള ബലിക്കല്. ഇത് ശ്രീകോവിൽ. ഈ ഭാഗം ചുറ്റുമുള്ള ബലിക്കൽ. നമ്മുടെ പിന്നെ വലിയ ബലിക്കല്ല്, അതിന്റെ നേരെ 2 ഭാഗത്തും മറ്റു ചെറിയ ബലിക്കൽ. ഇതിന്റെ പുറത്തും വരുമെന്നാണല്ലേ ബലിക്കല്? നമ്മളെ ഈ ചുറ്റമ്പലത്തിന്റെ പുറത്തും ബലിക്കല്ലുണ്ടല്ലേ? ഇവിടെ ബലിക്കല്ല് വരും, നമ്മളിട്ടില്ല. ഇതിലെ ബലിക്കല്ല് വരും. ആ വലിയ ബലിക്കല്ലേ, ആ വലിയ ബലിക്കല്ലിൽ ലൈനിൽ കൂടി, കറക്റ്റ് ലൈനിൽ കൂടി ചുറ്റും ബലിക്കൽ. അതിനാണ് പരിവാരം. ഇത്രയുമാണ്. ഇപ്പൊ ഭഗവാന്റെ പാദം ആണ് ഗോപുരം. ഭഗവാന്റെ കണങ്കാല് തൊട്ട് മുട്ടുവരെയുള്ള ഭാഗമാണ് ഈ കൊടിമരത്തിന്റെ അവിടെ വരെ എത്താം. അല്ല, കൊടിമരത്തിന്റെ അവിടെ എത്താം. അത് കഴിഞ്ഞ് വലിയ ബലിക്കല്ല് ആ ഭാഗത്താണ് ഭഗവാന്റെ നാഭി. അങ്ങനെ കടന്ന് നാഭി വന്ന് ഹൃദയസ്ഥാനമാണ് ഈ ചുറ്റമ്പലം. ഹൃദയസ്ഥാനവും മാറിടവും കൈകളുടെ സ്ഥാനമാണ് ഈ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലെ വരാന്ത. അവിടെ ഇരിക്കുക വെച്ചു ആ വരാന്ത ഭഗവാന്റെ കൈ ഇങ്ങനെ ഭഗവാന്റെ കയ്യിലെത്തിയ. ഇത് നമസ്കാര മണ്ഡപത്തിലെത്തുമ്പോൾ ഭഗവാന്റെ കഴുത്ത് മുഖം, കഴുത്ത് കഴിഞ്ഞ് മുഖത്തിന്റെ ഭാഗം ഇവിടെ വരെ, മുഖത്തിന്റെ ഭാഗം. ഇത് ഭഗവാന്റെ ശിരസ്, ആ വിഗ്രഹം നിൽക്കുന്ന ശിരസ്. അതിന് നേരെ മുകളിലേക്ക് എന്താ താഴികക്കുറവുണ്ടാവുക, അത് ഭഗവാന്റെ കിരീടം. ഇത്രയുമാണ് ഭഗവാന്റെ സ്ഥൂല ശരീരം. അപ്പോൾ സൂക്ഷ്മ ശരീരവുമായി സ്ഥൂല ശരീരവുമായി ഇപ്പം ശരീരമൊക്കെ ഉണ്ടാകും. ഇനി എന്ത് വേണം? ഒരാളാവുന്ന ജീവൻ വേണ്ടേ? കേട്ടെ, ഈ ജീവൻ ആരിൽ നിന്നാ ജീവൻ കിട്ടുന്നത്? നമുക്ക് അച്ഛനിൽ നിന്നാണ്. ശരീരം കിട്ടുന്നത് അമ്മയിൽ നിന്ന്. ജീവൻ തരുന്ന ആളാണ്, കൊടുക്കുന്ന ആളാണ് തന്ത്രി. ആരാണ്? തന്ത്രി. ഇതിൽ ജീവനുണ്ടാവും. തന്ത്രി എന്താ ചെയ്യാം? ഇതിൻ്റെ ഇടയിലൊക്കെ തന്ത്രി ഇടപെടുന്നുണ്ടാവും. ഓരോന്ന് ചെയ്യുമ്പോൾ തന്ത്രിയോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത്, തന്ത്രിയോട് ശില്പിയോട് ചോദിച്ചാണ് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രതിഷ്ഠയ്ക്ക് നിശ്ചയിച്ചാൽ ആദ്യ ശുദ്ധി പ്രക്രിയ നടത്തും. അതിൻ്റെ വളരെ സങ്കീർണമാണ് കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നത് തന്ത്രി ഇതേപോലെ വെച്ച് ശുദ്ധ ദിവസങ്ങൾക്ക് മുമ്പ് തന്ത്രി വ്രതമെടുത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ജപവും ധ്യാനവും തുടങ്ങി. അതേപോലെ കുണ്ടലിനി ശക്തിനെ ഉണർത്തിയാൽ ദേവനായിത്തീരും. അതേപോലെ തന്ത്രി ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠാകർമ്മം മുഹൂർത്തം നിശ്ചയിച്ച് അതിൻ്റെ ദിവസങ്ങൾക്ക് 41 ദിവസം, ഓക്കെ, 41 ഒരു കൊല്ലമൊക്കെ പോകുമ്പോഴത്തേന് മഹാക്ഷേത്രങ്ങൾ. അപ്പോൾ വ്രതത്തിലായിരിക്കും, ധ്യാനത്തിലായിരിക്കും, പിന്നെ
ഉപാസന രാവിലെയും വൈകുന്നേരം അതിനു വേണ്ടിയുള്ള നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കറക്റ്റ് മുഹൂർത്തം എത്തുമ്പോൾ ധ്യാനത്തിലിരുന്ന് തൻ്റെ ഉള്ളിലുള്ള ദേവചൈതന്യത്തെ പ്രാണായാമവും യോഗാസനത്തിൽ അഭ്യാസം പ്രാണായാമത്തിലൂടെ തൻ്റെ കുണ്ടലിനി ശക്തി ഉണർത്തി അത് മൂക്കിലെ ശ്വാസത്തിലൂടെ തൻ്റെ കയ്യിൽ പൂവ്, ചന്ദനം, ജലം, അക്ഷരം ഇതെടുത്ത് അതിലേക്ക് ആവാഹിച്ചിട്ട് ക്ഷേത്ര വിഗ്രഹത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുമ്പേ മന്ത്രത്താൽ മന്ത്രം കൊണ്ട് പരിശുദ്ധമാക്കിയ തീർത്ഥജലങ്ങളുണ്ട് കുറേ കുറത്തിൽ അത് കലശമായി ജീവകലശമാണ്. ബ്രഹ്മകലശം ജീവകലശത്തെ ആകുന്നതോട് കൂടി ഒരു ജീവൻ ഒരു കുഞ്ഞ് ജനിച്ചാൽ മതിയോ? ആ കുഞ്ഞിന് നിത്യേന എന്ത് വേണം? കുളിപ്പിക്കണം, ഒരുക്കണം, ഭക്ഷണം കൊടുക്കണം, താരാട്ട് പാടണം, തുറക്കണം, ഇത് ചെയ്യണം. ഇതൊക്കെ ആരെ ചെയ്യുന്ന അറിയാം? ശാന്തിക്കാരൻ, പൂജാരി. നമുക്ക് അമ്മയെ ചെയ്യാം. അമ്മയോ അല്ലെങ്കിൽ അമ്മയെ അമ്മ സ്വന്തമാണോ? അമ്മയെ സഹായിക്കാൻ നമുക്ക് അമ്മമ്മ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ മുത്തശ്ശി ഉണ്ടാവില്ലേ? അമ്മമ്മയും മുത്തശ്ശി ഇല്ലാത്തവരാരെയും വിളിക്കും, ഒരാൾ സഹായത്തിന് വിളിക്കില്ലേ? ഇതുണ്ടാവില്ലേ? ഇനി പരിചയസമ്പന്നൻ ഉണ്ടാവില്ലേ? ഇത് ചെയ്ത് ശാന്തിക്കാരൻ. അപ്പോൾ ശാന്തിക്കാരൻ പ്രതിഷ്ഠ കഴിഞ്ഞാൽ ആരാ ശാന്തിക്കാരൻ? ശാന്തിക്കാരനെ വിളിച്ചു. നേരത്തെ ശരിയുണ്ടാവും. ശാന്തിക്കാരനെ വിളിച്ച് തന്ത്രി അയാൾക്ക് ഒരു ഉപദേശം കൊടുക്കും. ആ ഉപദേശം ഈ ക്ഷേത്രദേവന്റെ ധ്യാനമന്ത്രവും മൂലമന്ത്രവും, ധ്യാനശ്ലോകവും മൂലമന്ത്രവും, ആ ധ്യാനശ്ലോകവും മൂലമന്ത്രവും പറഞ്ഞു കൊടുക്കും. അത് ജപിച്ചിട്ടാണ് നിത്യവും അരുഹിയ ശാന്തിക്കാരൻ പൂജ. പേര് മാറി വയ്ക്കാൻ പാടില്ല. പേര് കഴിഞ്ഞാൽ ആ പേരിനെ ലഭിക്കട്ടെ അല്ലേ? ഇന്ന് പല പേരാണ് വിളിക്കാം. അതുകൊണ്ട് കുട്ടികൾക്ക് വ്യക്തിത്വം ഇത്ര പേരാണ് വിളിക്കുന്നത്. ഇടാൻ പറ്റിയ പേരെ വിളിക്കാവും, വിളിക്കാൻ പറ്റിയ പേരെ ഇടാവും, ഇട്ട പേരെയും വിളിക്കാം. മനസ്സിലായോ? വിളിക്കാൻ പറ്റിയ പേരെയും ഇടാവും, ഇട്ട പേരെയും വിളിക്കാം. വേറെ ഡ്യൂപ്ലിക്കേറ്റ് പേര് വിളിക്കരുത്. അത് കുട്ടിയുടെ വ്യക്തിത്വത്തെ വ്യത്യാസം. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ ശാന്തിക്കാരൻ മാറേണ്ടി ഒന്നേ നല്ല കാരണവശാലും പ്രതിഷ്ഠ കഴിഞ്ഞ് ഉറങ്ങുന്ന ശാന്തിക്കാരനല്ല. എന്തോ കാരണവശാലും നമുക്ക് ശാന്തിക്കാരൻ എത്തിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കും. രണ്ടിലൊക്കെ സംഭവിക്കും അല്ലേ? അപ്പോൾ പുതിയ ശാന്തിക്കാരനെ നിയമിക്കുമ്പോൾ ഈ പുതിയ ശാന്തിക്കാരൻ പറഞ്ഞു കൊടുക്കണം ഇവിടുത്തെ ധ്യാനശ്ലോകവും മൂലമന്ത്രം ഇന്നതാണ് കേട്ടോ. ഇതിലേക്ക് പുതിയൊരാൾ വന്നിട്ട് വേറൊരു പേരാണ്. എന്താണ് ധ്യാനശ്ലോകത്തിലുള്ളതറിയാം? ധ്യാനശ്ലോകത്തിലുള്ളത് ആ ക്ഷേത്രദേവന്റെ അംഗപ്രത്യംഗ വർണ്ണനയാണ്. ഇത്ര കയ്യുണ്ട്, ഇത്ര കാലുണ്ട്, ഇത്ര മുഖമുണ്ട്, ഇങ്ങനെ കയ്യിൽ, ഇങ്ങനെ കയ്യിൽ ആയുധങ്ങളുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഇന്ന ഭാവത്തിലുണ്ട്. ഒരേ ദേവൻ തന്നെ പല ഭാവത്തിലുണ്ട്. അപ്പോൾ പരമശിവക്ഷേത്രമാണ്. ശിവക്ഷേത്രത്തിൽ ശിവൻ തന്നെ പല ഭാവത്തിലുണ്ട്. ശിവൻ തന്നെ എന്തുണ്ട്? അർദ്ധനാരീശ്വരനുണ്ട്, പിന്നെ വൈദ്യനാഥനുണ്ട്, മൃത്യുഞ്ജയമൂർത്തിയുണ്ട്, അഘോര ശിവനുണ്ട്. ആ സങ്കല്പമൊക്കെ നിർണയിക്കുന്നത് ധ്യാന ശ്ലോകത്തിലാണ്, ധ്യാനമന്ത്രത്തിലും സ്ഥിരമാണ്. മൂലമന്ത്രം ശൈവമൊക്കെ എന്നത് ഇല്ലേ? വിഷ്ണു ക്ഷേത്രം, വ്യത്യസ്ത ക്ഷേത്രമുണ്ട്, വിവിധ വിഷ്ണു ക്ഷേത്രം, വിവിധ സങ്കല്പമില്ലേ? കൃഷ്ണൻ തന്നെ അതിരിക്കട്ടെ, വ്യത്യസ്ത കൃഷ്ണനില്ലേ? കയ്യിൽ ഓടക്കോയിലേൻ്റെ കൃഷ്ണനുണ്ട്, കയ്യിൽ ശംഖേൻ്റെ കൃഷ്ണൻ. എന്തെന്ന് പറയുന്ന വ്യത്യാസം? ഓടക്കോയിലേൻ്റെ കൃഷ്ണൻ ബാലനാണ്, ഉണ്ണിക്കണ്ണനാണ്. ശംഖേൻ്റെ കൃഷ്ണൻ ആരാണ്? ശംഖേൻ്റെ കൃഷ്ണൻ യുവാവാണ്, പാർത്ഥസാരഥിയാണ്, പാഞ്ചജന്യം മുഴക്കുന്ന ശിവനാണ്. ഓടക്കോയിൽ മുഴുക്കുന്നത് നല്ല മധുരമായ സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടുകൂടി സമീപിക്കാവുന്ന കാരുണ്യം വർഷിക്കുന്ന ഉണ്ണിക്കണ്ണനാണെങ്കിൽ പാഞ്ചജന്യം മുഴക്കുന്ന കൃഷ്ണൻ കുറച്ചുകൂടി ഉഗ്രനാണ്. പിന്നെ ഉണ്ണിക്കണ്ണനോട് ഓടക്കോയിലേൻ്റെ കൃഷ്ണനോട് ചിലപ്പോൾ വിശേഷിച്ച് നമുക്ക് ഉപദ്രവം ഉണ്ടാകും. ഉപദ്രവം അല്ല ഞാൻ പറയുന്നത്, കോപിക്കില്ല. പക്ഷേ പാഞ്ചജന്യം കയ്യിലെടുത്ത കൃഷ്ണനാണെങ്കിൽ തെറ്റിയാൽ നമുക്ക് വേണ്ടത് കിട്ടും. പാഞ്ചജന്യം മാത്രമല്ല ഉണ്ടാകുക, പാഞ്ചജന്യം ഏറ്റിയ കൃഷ്ണൻ്റെ കയ്യിൽ സുദർശനം ഉണ്ടാകും. പാഞ്ചജന്യം കൊണ്ട് പറയുന്നത് വീട്ടിൻ്റെയും സുദർശനം കൊണ്ട് പറയുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. ഈ ഭാവങ്ങളൊക്കെ ഇതിലാണ് ധ്യാന ശ്ലോകത്തിലും മൂലമന്ത്രത്തിലുമുണ്ട്. അതുകൊണ്ട് ശാന്തിക്കാരനെ മാറുമ്പോൾ
അപ്പോൾ പറഞ്ഞു ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുക ചേച്ചി പോകുന്ന ജാതിക്കാരനാണെങ്കിൽ മറ്റൊരു പറഞ്ഞു അത് കളി അപ്പോൾ അതിനെന്താ പണി സംശയം തട്ടിക്കണം അതിൽ എളുപ്പമുണ്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലെ ധ്യാന ശ്ലോകം ഏതാണ് മൂലമന്ത്രം ഏതാണ് നമ്മളറിയാം അത് നമ്മൾ പറഞ്ഞു അങ്ങനെ വെച്ച് ചോദിച്ചാൽ പറഞ്ഞു നമുക്ക് ഓർമ്മ ഉണ്ടാവും ഈ സ്വാമിക്കാരൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കുറച്ച് ധ്യാനവും പറഞ്ഞു ഇതാണ്. അപ്പോൾ എന്തൊക്കെയായി? ക്ഷേത്രമായി, പ്രതിഷ്ഠയായി. ഇനി ആ കുഞ്ഞ് വളരണമെങ്കിൽ, ആ കുഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കേണ്ട ആളാവണമെങ്കിൽ കുഞ്ഞ് വളരണം. കുഞ്ഞിനെ സംരക്ഷിക്കണം. ആര് സംരക്ഷിക്കണം? ജാതിക്കാരൻ മാത്രമല്ല അല്ലേ? കുഞ്ഞിനെ പാലുടി, ഒരു കുട്ടിക്ക് പാലുടി നടത്തുമ്പോൾ അമ്മ മാത്രം പാല് കുട്ടിക്ക് ചെയ്യാം കുടുംബക്കാരൊക്കെ അത് മാത്രമാണോ? പാല് മാത്രമേ കൊടുക്കുള്ളൂ? ആഭരണം കെട്ടിച്ചു കൊടുക്കും, മേ പോയതിനെ വിളിക്കും, ആകാശം കറക്കി കൊടുക്കും, ചോറ് കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി ഡ്രസ്സിങ് പറഞ്ഞു. അങ്ങനെ ഓരോ കർമ്മങ്ങൾ നടത്തുന്ന സമയത്ത് ഓരോന്നോട് അത് പടിപടിയായി ഈ ശാന്തിക്കാരനും ബന്ധുക്കളാരാ? ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കളാരാ? നമ്മളാണ് ബന്ധുക്കള്. നമ്മളാണ് ഈ പരിചരണമൊക്കെ നടത്തുന്നത്. പരിചരണം നടത്തും. അപ്പോൾ കിട്ടുന്നൊരു ചിരി, നമ്മൾ ചെന്ന് ഇന്ത്യയും ആയാലും വിളിക്കുമ്പോൾ തരുന്നൊരു ചിരി, ആ ചിരിയാണ് അനുഗ്രഹം. ചിലപ്പോൾ ഒന്നും കണ്ടില്ല അല്ലേ? അതൊന്നും കിട്ടും അല്ലേ? അത് ശിക്ഷ. അങ്ങനെ ഭഗവാൻ പിടിക്കും. ഇടയ്ക്കുവാണ് ശിക്ഷ, പരിഹരിക്കാവുന്ന ശിക്ഷ തരും അനുഗ്രഹം. അങ്ങനെ അത് വളരെ ഒരു കൊല്ലമാകുമ്പോഴത്തേക്ക് ഉത്സവം, ഒരു കൊല്ലമാണല്ലോ, ഒരു കൊല്ലമാകുമ്പോഴത്തേക്ക് പൂർണ്ണവളർച്ചയെത്തിയാൽ അനുഗ്രഹ നിഗ്രഹ ശക്തികളുള്ള പൂർണ്ണവളർച്ചയെത്തിയ ദേവൻ. പിന്നെ നമ്മളുടെ സമീപനത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് ഈ ദേവന്റെ സമീപനം മാറും. പൂജാതി കാര്യങ്ങളിൽ ലോപം സംഭവിച്ചാൽ നമ്മൾ നൽകുന്ന പരിചരണങ്ങളും സ്നേഹവും വിശ്വാസവും ഭക്തിയിലും ലോപമുണ്ടായാൽ ഒക്കെ ആളുടെ സ്വഭാവമാണ്. ചിലപ്പോൾ പണി ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. അത് പരിഹരിക്കാനാണ് ഉത്സവം. ഉത്സവത്തിൽ ഇതൊക്കെ പരിഹരിക്കും. പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പിണങ്ങി നടന്നാലും ദേഷ്യം പിടിച്ചാലും പിറന്നാൾ ചെന്ന് ഒരു സമ്മാനം കൊണ്ട് കൊടുത്ത് ബർത്ത്ഡേ ഗിഫ്റ്റോ കൊണ്ട് കൊടുത്ത് ഇത് സന്തോഷമാക്കിയാൽ സന്തോഷമായി അല്ലേ? അങ്ങനെ പിറന്നാൾ ചെന്ന് എല്ലാവരും ചെന്ന് പിറന്നാളാഘോഷം നടത്തുമ്പോൾ അതാണ് ഉത്സവം. മറ്റൊന്ന്, ആ ഉത്സവത്തിന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അതൊന്നൊരു പ്രത്യേകതകളില്ല. ഉത്സവതീതി ഉത്സവം. ക്ഷേത്ര ചൈതന്യം ക്ഷേത്രത്തിൽ നിന്ന് ഈ ശ്രീകോവിൽ നിന്ന്, അത് സാധാരണഗതിയിൽ എവിടെ വരെയാണ് ദേവചൈതന്യമുള്ളത്? ഗോപുരം വരെ. സാധാരണഗതിയിൽ ഗോപുരം വരെ. ഇവിടെ പാതാണ്, ഇവിടെ അങ്ങോട്ട് ദേവനാണ്. അതുകൊണ്ട് ചെരുപ്പ് ഇവിടെ വെച്ചേക്കണം. ഇത് പുറത്ത് ഗോപുരത്തിന് പുറത്തേക്ക് വെച്ചിട്ടാ കിടക്കാം. അപ്പൊ ഇവിടെ വരെയാണ് ദേവചൈതന്യമുണ്ട്. പരിപൂർണമായ ദേവചൈതന്യം ഇവിടെ ഉണ്ട്. 4 അമ്പലത്തിനുള്ളിലാണ്. അതിന്റെ അംശമാണ് പുറത്തേക്ക്. ഉത്സവത്തിൻ്റെയാണ് ഈ ദേവചൈതന്യം ഗോപുരവും വിട്ട് ഗ്രാമത്തിലേക്കാണ്. അതാണ് എഴുന്നള്ളൊക്കെ നടന്നത്. ഭഗവാൻ എഴുന്നള്ളിക്കാം, പുറത്തേക്ക് എഴുന്നള്ളിക്കാം. ഉത്സവം വിട്ട് ഗ്രാമം മുഴുവൻ നിറയും ഉത്സവത്തിന് പ്രത്യേകത. അപ്പോൾ ഇതുവരെയുള്ള ലോപങ്ങളൊക്കെ ഇല്ലാതാക്കി ഭഗവാനെ സന്തോഷിപ്പിച്ച് ഈ മതിൽക്കെട്ടിൻ്റെ പുറത്തേക്ക് ദേവചൈതന്യം പ്രവഹിക്കുന്ന ദിവസമാണ് ഉത്സവം. ഉത്സവം തന്നെ ഉയർന്നു ഒഴുകാൻ ഉറവയെടുക്കാൻ. ഉത്സവത്തിന്റെ വാക്കിനർത്ഥം ഉറവാണ്, ആഘോഷമല്ല. ഉത്സവങ്ങളുടെ വാക്കിനർത്ഥം ഉറവയാണ്. ഉറവയുടെ പ്രത്യേകത ചുറ്റൊഴുകലില്ല. അതേപോലെ ക്ഷേത്രത്തിൽ നിന്ന് ദേവചൈതന്യം ഉണർന്ന് നമ്മുടെ ഈ ഗ്രാമം മുഴുവൻ പരക്കുന്ന ദിവസമാണ്. ഇതാണ് ക്ഷേത്ര സങ്കല്പം എന്ന വിഷയത്തെക്കുറിച്ച് ഏറ്റവും ചുരുക്കി ഇത് വിസ്തരിച്ച് പറഞ്ഞാലേ രണ്ടോടെ മനസ്സിലാവും കേട്ടോ. ഇതൊരു ഗുളികയാണ് തന്നത്. ഗുളികയാണ് തന്നത്. പിന്നെ ടോണിക്കൊക്കെ പറഞ്ഞിട്ട് പുറമെ വരാനുണ്ട്. പിന്നെ ടോണിക്കൊന്നും തന്നിട്ടില്ല, ക്യാപ്സ്യൂൾ മാത്രമേ തന്നത്.